ഇപ്പോ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് വളരെയധികം ചൂടുപിടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ പാർട്ടി മാറി ചേരുക, മത്സരിക്കുക ഇതൊന്നും ആദ്യത്തെ കാര്യമല്ല. അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ സരിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം ആദ്യം ശ്രദ്ധ നേടിയ ഒരു വിഷയമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സന്ദീപ് വാര്യരുടെ വിഷയം ചർച്ചയായത്. പക്ഷെ ഇതുവരെ ഉണ്ടായ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കെല്ലാം കിട്ടിയതിൽ നിന്ന് വളരെയധികം രാഷ്ട്രീയ ശ്രദ്ധയും ചർച്ചയും എല്ലാം ഈ സന്ദീപ് വാര്യരുടെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ കാണുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമന്റാണ്, മരിച്ചത് മാരാർജി ഭവനിലാണ്, മരണം സംഭവിച്ചത് മാരാർജി ഭവനിലാണെങ്കിലും കരച്ചിൽ മുഴുവൻ AKG സെന്ററിലാണല്ലോ എന്ന രീതിയിലുള്ളത്. അത് വളരെ രസകരമായി എനിക്ക് തോന്നി. ചെന്നെത്തിയത് ആരും വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചെന്ന് കയറുന്നത്. എല്ലാവരും CPM-ലേക്കാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത ഒരു ചർച്ചയിൽ പോലും ശ്രീല പറഞ്ഞിരുന്നു, സന്ദീപ് വാര്യരോട് ചോദിച്ചപ്പോൾ CPM-ലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അത് സത്യമായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല കോൺഗ്രസിലേക്ക് എത്തുമെന്ന്. പക്ഷെ ഈ സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിലേക്കുള്ള ഈ ഒരു പ്രവേശനം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ, സന്ദീപ് വാര്യർക്ക് ഗുണം ചെയ്യുമോ, BJP-ക്കും CPM-നും ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടാവും? ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് ശ്രീലയുടെ അഭിപ്രായം? സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം സംഘപരിവാർ പക്ഷത്ത് നിന്ന് ഒരാൾ, അത് സന്ദീപ് അല്ല ഇനി ആരാണെങ്കിലും സംഘപരിവാർ പക്ഷത്തു നിന്ന് അവർക്ക് ഒരാളെ കിട്ടുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഇപ്പോ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ അത് വലിയ ഗുണകരമാണ് എന്നാണ് അവർ കരുതുന്നത്. ഇവിടെ നോക്കൂ, സന്ദീപിനെ സാധാരണ ഒരു ലോക്കൽ നേതാവോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയാത്ത ഒരാൾ പോകുന്ന പോലെ അല്ല. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം കേരളം മുഴുവൻ അറിയുന്ന ഒരാളാണ് സന്ദീപ്. അതിന് കാരണം സന്ദീപിനെ എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. സന്ദീപ് ഈ രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഏതാണ്ട് 2008 മുതൽ സന്ദീപിനെ എനിക്ക് 2006 മുതൽ തന്നെ സന്ദീപിനെ എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരാളാണ് സന്ദീപ്. അപ്പൊ അന്ന് മുതൽ നമുക്കറിയാം, അന്ന് മുതൽ ദേശീയതയോടൊപ്പം തന്നെ ഉറച്ചു നിന്നിരുന്ന ഒരാളായിരുന്നു സന്ദീപ് എന്ന കാര്യത്തില്ല. അതിനു മുമ്പ് സന്ദീപിന് ഉണ്ടായിരുന്നു. സന്ദീപ് ഏതാണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ SFIയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോ വളരെ ദേശീയതയുടെ പക്ഷത്ത് നിന്ന ഒരാൾ എന്ന രീതിയിൽ അങ്ങനെ ഒരാളെ അവർക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കോൺഗ്രസ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, എത്ര കാലം ഈ ആഘോഷം നിലനിൽക്കും എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് പോയേക്കുന്നത് വലിയ അപകടം നിറഞ്ഞൊരു പാളയത്തിലേക്കാണ്. BJP-യിൽ സ്വാഭാവികമായി ചിലപ്പോ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സന്ദീപിന് നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഇല്ലാതിരിക്കാൻ തരമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ആ സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ നന്നായി ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചു പോവുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ ചെയ്തത് ഇത്രയും നാൾ താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രസ്ഥാനം തന്നെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എലിയെ തോപ്പിച്ചു ഇല്ലം ചുടുന്നതിന് സമാനമല്ലേ ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്തിരിക്കുന്നതെന്നാണ്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടാകാനുള്ള പ്രായം ആയിട്ടില്ല. ഏതാണ്ട് 41 വയസ്സ് 42 വയസ്സേ സന്ദീപിനായിട്ടുള്ളൂ. നമുക്കറിയാം, ജോർജ് കുര്യനെ പോലുള്ളവർ 64-ാമത്തെ വയസ്സിലാണ് കേന്ദ്രമന്ത്രിയാവുന്നത്. അതുവരെ അദ്ദേഹം പാർട്ടിയുടെ പലതരത്തിലുള്ള ഭാരവാഹിയായി. ആരും അറിയാത്ത, എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരാളായിരുന്നു ജോർജ് കുര്യൻ എന്ന് തോന്നുന്നു. 1980-ൽ BJP എന്നുണ്ടായോ അന്നു മുതൽ ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇപ്പോ സന്ദീപിന്റെ ഈ ഒരു ചുവടുമാറ്റം ഒരിക്കലും ഒരു സ്ഥാനം മോഹിച്ചിട്ടോ അധികാരം ലഭിക്കാത്തത് കൊണ്ടോ ഉള്ള പരിഭവമായിട്ടല്ല സന്ദീപുമായി അടുത്ത് നിൽക്കുന്നവർ പലരും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യർ ആ പ്രദേശത്തെ തന്നെ BJP നേതാക്കളിൽ നിന്നും എല്ലാം പല കുറച്ചധികം നാളുകളായി ഇൻസൾട്ട് അനുഭവിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹവുമായി വളരെ അടുത്ത ചില ആൾക്കാർ പറഞ്ഞത്. പല അവസരങ്ങളിൽ പല വേദികളിൽ അദ്ദേഹത്തെ മനഃപൂർവ്വം, അതായത് നമ്മളെ മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കുന്നത്, നമ്മളെ പ്രാധാന്യം ഒരുപാടുള്ളവർക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതും അതെല്ലാം മനസ്സിലാക്കാം. പക്ഷേ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും ഒരേ കണക്കിന് ഇൻസൾട്ട് ചെയ്യുക, മനഃപൂർവ്വം ഒഴിവാക്കുക എന്ന ഒരു രീതി BJP കേരള നേതൃത്വം ചെയ്തു പോന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ
അത് സന്ദീപ് ഒരു BJP-യുടെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് ചാനൽ ചർച്ചകളിലും മറ്റും നിറഞ്ഞു നിന്നത്. സോഷ്യൽ മീഡിയയിൽ BJP-യുടെ ഒരു മുഖവുമായിരുന്നു. സാധാരണക്കാരുടെ ഇടയിൽ BJP-ക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സന്ദീപ് വാര്യർ വഹിച്ച പങ്കിനെ നമുക്ക് തമസ്കരിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും സന്ദീപ് വാര്യർ ഒരു അധികാര കസേര മോഹിച്ചല്ല BJP വിട്ടത്. അദ്ദേഹം അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അപമാനം സഹിച്ചതിന് ശേഷമാണ് വിട്ടുപോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രീത, ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനം. വ്യക്തിയും പ്രസ്ഥാനവും ആദർശവും ഒക്കെ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 1980 ഈ BJP-യുടെ പാർട്ടി രൂപീകരിക്കുമ്പോൾ മുതൽ ആ പാർട്ടിയുടെ അംഗമാവുകയും 2 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്ത ഒരാളാണ് എന്റെ അമ്മ. അതിനുശേഷം ഞാൻ ബാലഗോകുലം, ABVP ഇങ്ങനെ വിവിധ സംഘടനകളിലൂടെ വന്ന ഒരാളാണ്. പത്രപ്രവർത്തന രംഗത്തേക്ക് പിന്നീട് വരുന്നു. ഈ പത്രപ്രവർത്തന രംഗത്ത് വന്ന 1-2 വാർത്തകൾ ഞാൻ ചെയ്തതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ചത്, എന്നെ ഒരു തരത്തിലും BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ഒരാൾ പോലും എന്നെ പിന്തുണയ്ക്കാനോ സംഘപരിവാർ സംഘടനകളിൽ ഒരാൾ പോലും എന്നെ പിന്തുണയ്ക്കാനോ വന്നിട്ടില്ല. ഒരു ഘട്ടത്തിലും അത് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഞാനൊരു വാർത്ത ചെയ്തതിന്റെ പേരിൽ തേജസിന്റെ പത്രക്കാരെ വരെ വിളിച്ചു വരുത്തി അവർ ഒരു ദീപാവലി, ആ വർഷം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദീപാവലി മീറ്റ്, ഒരു കാലത്തും ഇല്ലാത്തൊരു മീറ്റ് ആ വർഷം, ഞാൻ ഈ വാർത്ത ചെയ്ത വർഷം ഒരു കാലത്തും ഇല്ലാത്തൊരു മീറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് തേജസ് പത്രക്കാരനെ വരെ വിളിച്ചപ്പോ ആ മീറ്റിംഗിലേക്ക് വിളിക്കാതിരുന്ന ഏക മാധ്യമ പ്രവർത്തകൻ ഞാനായിരുന്നു. പക്ഷെ അപ്പോഴും എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് നിന്നെ വിളിക്കാതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു പ്രസ്ഥാനവും ഞാൻ ഏറ്റിയ ആദർശവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്നും ഈ BJP-യിൽ ഒരു തരത്തിലുള്ള സഹകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു വനിതകളെ പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പോലും, ഒരു വനിതാ സംഗമത്തിൽ പോലും എന്നെ പോലുള്ള ഒരാൾ ഉണ്ട് എന്ന് അവർ ചിന്തിക്കുക പോലും ചെയ്യാതെ പലപ്പോഴും അവഗണിച്ച് കളഞ്ഞപ്പോൾ പോലും ഇന്നും സംഘടനയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി രംഗത്ത് വരുന്ന ഒരാളാണ്. പ്രീതയ്ക്ക് അറിയാമല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഒരുപക്ഷെ ഞാൻ ഈ സംഘടനയുടെ ആളായതുകൊണ്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, അവർ ചേർന്ന് നിർത്തുന്നില്ലെങ്കിൽ ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പത്രപ്രവർത്തന രംഗത്ത് നിന്നും പത്രപ്രവർത്തക യൂണിയന്റെ സംഘടനകളിൽ നിന്നും ഒക്കെ സംഘപരിവാറിന്റെ ആദർശം പേർന്നുകൊണ്ട് ഞാൻ അനുഭവിച്ചത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് അറിയാമല്ലോ. എന്റെ പ്രൊഫഷണൽ കരിയർ പോലും അത്തരത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല പ്രസ്ഥാനം. എന്റെ ആദർശം എന്തോ അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്നാണ്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ആരും അഭിപ്രായം പറയാനില്ലാത്ത BJP-യുടെ പല വിഷയങ്ങളിലും അല്ലെങ്കിൽ കൃത്യമായി കൗണ്ടർ ചെയ്യാൻ കഴിയാത്ത പല വിഷയങ്ങളിലും ഞാൻ ഇറങ്ങി കൗണ്ടർ ചെയ്തുകൊണ്ട് പലപ്പോഴും BJP ഇപ്പൊ തന്നെ ലാസ്റ്റ് ഉണ്ടായത് പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായ പ്രതിരോധം, ആ പ്രതിരോധത്തിലും എനിക്ക് സുരേഷ് ഗോപിയുമായി വലിയ അടുത്ത ബന്ധമുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷെ സുരേഷ് ഗോപിക്ക് വേണ്ടി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാൻ തയ്യാറായി എന്നുള്ളത് ഇപ്പൊ മാധ്യമപ്രവർത്തകരുടെ ഇത് വലിയ ചർച്ചയുണ്ട്. എന്റെ കുടുംബകാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ചില പത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ കുടുംബകാര്യം പോലും ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഞാൻ എന്റെ ആദർശത്തെ, അതാണ് ആദർശം എന്ന് പറയുന്നത്. നമ്മളൊരു ആദർശത്തെ നെഞ്ചേറ്റുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരിയായിരിക്കാം, ഒരുപക്ഷെ സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സന്ദീപ് വാര്യർക്ക് അത് തിരുത്താനുള്ള മെഷീനറി ഉണ്ട്. സന്ദീപ് വാര്യർ അപ്പോൾ ചെയ്യേണ്ടിയിരുന്ന RSSന്റെ നേതാക്കന്മാരെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ BJP-യുടെ മുതിർന്ന നേതാക്കന്മാരെ കണ്ടുകൊണ്ട് BJP-യുടെ ആൾക്കാരെ കണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ ഇത് ചർച്ചയിൽ വരികയും CPM-ലേക്ക് പോകുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞ ആ സാഹചര്യത്തിലെങ്കിലും, അതായത് ഈ തെരഞ്ഞെടുപ്പും കൂടെ പരിഗണിച്ച് കേരള BJP നേതൃത്വം, K. സുരേന്ദ്രൻ പോലെയുള്ള നേതാക്കന്മാർ ഇതിൽ ഇടപെട്ട്, ഇപ്പോ V. മുരളീധരനും വേണമെങ്കിൽ ഇടപെടാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംസാരിച്ച് ഒന്ന് സോൾവ് ചെയ്ത് കൂടെ നിർത്തുക, ഇലക്ഷൻ കഴിയട്ടെ, മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, പ്രചരണത്തിൽ സജീവമാകൂ എന്ന രീതിയിൽ ആത്മാർത്ഥതയോടെയുള്ള ഒരു പ്രതികരണം ആ ഭാഗത്തു നിന്നുണ്ടായില്ല. പകരം തുടക്കത്തിലെ പോലെയല്ല, പിന്നീട് K. സുരേന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിന് മാത്രം ഒരു വലിയൊരാളാണ് സന്ദീപ് വാര്യർ എന്ന് തോന്നുന്നില്ല എന്ന രീതിയിലൊരു പ്രതികരണം K. സുരേന്ദ്രൻ നടത്തിയിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീല, സന്ദീപ് വാര്യർക്ക് പൊതുവെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ വലിയൊരു വിഭാഗം ആരാധകരുണ്ട്. അതെല്ലാം BJP മനസ്സുള്ളവരാണ്, BJP അനുകൂലികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. അവരെല്ലാം എന്തുകൊണ്ടും അത് ഒന്ന് വേദനിപ്പിക്കുകയും ആ BJP-യിൽ നിന്ന് അകലാൻ അതൊരു കാരണവും ഉണ്ടാവില്ല. അപ്പൊ ഈ കേരള നേതൃത്വം ഇതിൽ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കേണ്ടിയിരുന്നില്ല യഥാർത്ഥത്തിൽ? ഇതിൽ 2-3 കാര്യമുണ്ട്. ഒന്ന്, K. സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റിനെ പലരും വിമർശിച്ച് കാണുന്നുണ്ട്. K. സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ച് കാണുമ്പോഴും ഞാൻ K. സുരേന്ദ്രനെ ആ തരത്തിൽ വിമർശിക്കാൻ ഉള്ള ഒരാളല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ K. സുരേന്ദ്രൻ ഏതാണ്ട് K. സുരേന്ദ്രന്റെ 20 വയസ്സ് മുതൽ, K. സുരേന്ദ്രനാണെങ്കിലും V. മുരളീധരനാണെങ്കിലും ഒക്കെ
ഈ പാർട്ടി ഒന്നും ആകില്ല എന്ന് ചിന്തിച്ചിരുന്ന കാലം മുതൽ ഇതിന്റെ ഒപ്പം നടന്ന് അടികൊള്ളുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ പാർട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുകയും ഗ്രൗണ്ട് തലത്തിൽ വരെ പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളായി തുടങ്ങി അതിനുശേഷം സംഘത്തിന്റെയൊക്കെ ആദർശം പേറിക്കൊണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ ആയി വളരെ ചെറുപ്പം മുതൽ, അതായത് പ്രചാരകന്മാരും ഒക്കെ ആയി ഫുൾ ടൈമർ എന്ന് പറയും ABP-യിലൊക്കെ ആവുമ്പോൾ. അപ്പൊ അത്തരത്തിൽ ഫുൾ ടൈമർമാരൊക്കെ ആയി പ്രവർത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് നമുക്കറിയാം ഈ അടുത്ത കാലം വരെ ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് വരെ സുരേന്ദ്രൻ നിരന്തരമായി സമരങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരു നേതാവാണ്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു ഇന്നും നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? കൽപ്പാത്തിയിലെ വീടാന്തരം കയറാൻ പോലും സുരേന്ദ്രൻ കൃഷ്ണകുമാറിനൊപ്പം വീടാന്തരം കയറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൗണ്ട് ലെവലിൽ കൂടി പ്രവർത്തിച്ചു വന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ എല്ലാ നാട്ടിലുള്ള എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയില്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സംഘടനയിൽ പലതരത്തിലുള്ള ഉണ്ടാവാം. ഈ ഇക്വേഷൻസിനെയും ഈ സമവാക്യങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ സുരേന്ദ്രന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു വിഷയവുമായി മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ സന്ദീപ് വാര്യർ ഫോൺ ഓഫ് ചെയ്യുന്നു. സന്ദീപ് വാര്യരെ ഫോൺ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അന്ന് തന്നെ, അതായത് ഈ പ്രശ്നം ഉണ്ടായ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ കൃഷ്ണകുമാർ വിളിച്ചിട്ടുണ്ടെന്നാണ്. കൃഷ്ണകുമാർ വിളിച്ച് സംസാരിച്ച ശേഷം അതിനുശേഷം ഫോൺ ഓഫ് ചെയ്യുന്നു. ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യമത്തെ കാണുന്ന മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു. പിന്നീട് നേരെ കാണുന്ന സീൻ എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഇത്രയധികം പ്രചാരണമായത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ആ ഫേസ്ബുക്ക് സാധാരണഗതി സംഘപരിവാർ എന്നല്ല, എവിടെയാണെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പ്രീതിക്ക് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് നേരെ ഒരു ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ അവർ പിന്നീട് നമ്മളെ പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നത് തന്നെ വലിയ വിഡ്ഢിത്തരമാണ്. അതിൽ വലിയ വിഡ്ഢിത്തരമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അത് ബേസിക് ആയ ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമോ അല്ലെങ്കിൽ ബേസിക് ആയ ഒരു ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടാണ് അത് ഫേസ്ബുക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. നേരെ മറിച്ച് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായപ്പോ നേരെ സന്ദീപ് വാര്യർ എന്നെ തിരക്കി വരട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നേരെ RSS കാര്യാലയത്തിലേക്ക് പോയി RSSന്റെ പ്രചാരകനെ കണ്ട് പ്രാന്ത സംഘചാലകനെയോ ആരെയെങ്കിലും കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇതിൽ എനിക്ക് വലിയ മനോവിഷമമുണ്ട്, ഈ വിഷയം പരിഹരിച്ചു തരണം, ഞാൻ ഈ സംഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിരുന്നെങ്കിൽ തീർച്ചയായും ഈ വിഷയം പരിഹരിക്കാമായിരുന്നു. ആ പരിഹരിക്കാൻ സാധിക്കാതെ പോയത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, വ്യക്തി ഒന്നുമല്ലാത്തൊരു സംഘടനയാണ് RSSഉം സംഘപരിവാർ സംഘടനകളും. ഉമാഭാരതി അടക്കമുള്ളവർ, ഗോവിന്ദാചാരി അടക്കമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തു പോയവരൊക്കെ തിരികെ വരികയല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഇല്ലാതായി പോവുകയല്ലാതെ ഒരിക്കലും ഈ സംഘടനയിൽ നിന്ന് പോയ ആരും തന്നെ അത്തരത്തിൽ വലിയ പ്രതിരോധം ഉയർത്തിട്ടില്ല. നോക്കൂ, ഇവിടെ കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഇപ്പോൾ തന്നെ അതിന്റെ വെടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാലക്കാട് ബൽറാം അടക്കമുള്ളവരെ കാണുന്നില്ല. ബൽറാം എവിടെ പോയി എന്ന ചോദ്യത്തിന് ബൽറാം അടക്കമുള്ളവരെ കാണുന്നില്ല. കെ മുരളീധരൻ ഇപ്പോൾ തന്നെ ചെറിയ പ്രശ്നവുമായി ഇറങ്ങിയിട്ടുണ്ട്. കാലക്രമേണ ഇവിടെ അനുഭവിച്ചു എന്ന് പറയപ്പെടുന്നതിനും 100 ഇരട്ടി പ്രശ്നങ്ങൾ സന്ദീപ് വാര്യരെ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ സന്ദീപ് വാര്യർ ചെയ്തത് മഹാ അബദ്ധമാണ്. സന്ദീപ് വാര്യർ ഒരിക്കലും സംഘടന വിട്ടു പോകരുതായിരുന്നു. ഈ സംഘടനയോടൊപ്പം ഉറച്ചു നിൽക്കണമായിരുന്നു. ഇനി ഈ സംഘടനയിൽ BJP-യിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ ഉണ്ടായിരുന്നല്ലോ. പൊതുപ്രവർത്തനം ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പൊതുപ്രവർത്തനത്തിന് പല രീതികളാണ് തരേണ്ടത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൊതുപ്രവർത്തനം ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ പൊതുപ്രവർത്തകരായി അവർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പൊതുവായ വിഷയങ്ങൾ എന്റെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ആശയപ്രചരണം നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പൊതുപ്രവർത്തനം ആവശ്യമാണ്, പൊതുപ്രവർത്തനമാണ് തന്റെ താല്പര്യമെങ്കിൽ തീർച്ചയായും ആശയപ്രചരണവും പൊതുപ്രവർത്തനവും നടത്താൻ വേറെ പല വഴികളും സംഘപരിവാർ സംഘടനകൾ ഉണ്ടെന്നേ. അതൊക്കെ നിലനിൽക്കുമ്പോഴും വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്, സത്യത്തിൽ അതൊരു ഇമോഷണലായ തീരുമാനമാണ്. ആ ഇമോഷണലായ തീരുമാനം എടുക്കരുതെന്ന് ഞാൻ അടക്കമുള്ളവർ സന്ദീപ് വാര്യരോട് പറഞ്ഞിരുന്നതാണ്. അത്തരം ഒരു ഇമോഷണലായ തീരുമാനത്തിലേക്ക് സന്ദീപ് പോയത് സന്ദീപിന് ഒരു ഗുണവും ചെയ്യില്ല. മാത്രമല്ല പ്രതിപക്ഷത്തുള്ള ഒരിടത്തേക്കാണ് പോകുന്നത്. ഇനിയും ഈ ഇത്രയും പാർട്ടികൾ കൂടി ചേർന്ന് ഒരു സഖ്യം രൂപീകരിച്ചു, രാഹുൽ ഗാന്ധി ഒരു സഖ്യ സാധ്യത കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും അഴിമതി കാണിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ചേർന്ന് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അടുത്ത കാലത്തൊന്നും അതിന് സംഭവിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നതല്ല നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ഭാവിയുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അത്തരത്തിലൊരു രാഷ്ട്രീയ ഭാവി സന്ദീപിനും ഉണ്ടാകാൻ തരമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചത് ഇരിക്കുന്നതിനിടയ്ക്ക് കാലിന്റെ അടിയിലെ കാല് വലിച്ചു കൊണ്ടുപോകുന്ന ടീമുകളാണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപിന്റെ ഏറ്റവും വലിയ സന്ദീപ് വാര്യന് ഗുണം ചെയ്യോ കോൺഗ്രസിനെ ഗുണം ചെയ്യോ എന്നതെല്ലാം ഇപ്പൊ 20-ാം തീയതി ഇലക്ഷൻ നടക്കുകയാണ്. സന്ദീപിന് ഗുണം ചെയ്യില്ല.
സന്ദീപിന് ഒരു ഗുണവും ചെയ്യില്ല, പാർട്ടിക്കും ഇതൊരു ഗുണമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സന്ദീപ് ചെല്ലുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സന്ദീപിന് വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്നു, അത് സംഘപരിവാറുകാരായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ സന്ദീപ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് ഇതേപോലെ കൂട്ടിയിണക്കുന്ന കണ്ണികളൊന്നുമില്ല. ഇപ്പൊ RSS എന്ന് പറയുന്ന ഒരു ആദർശത്തിന്റെ പുറത്ത് ഒരു നിൽക്കുന്ന ആൾക്കാരാണ്. സന്ദീപ് വിചാരിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ സന്ദീപിലൂടെ എത്ര പേർ പോയി, എത്ര പേർ സന്ദീപിനെ പോലെ ഒരാൾക്ക് ജനസ്വാധീനം ഉണ്ടായിരുന്നു, ആൾക്കാരുമായി ബന്ധമുണ്ടായിരുന്നു. വരുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരുടെ ആരാധകർ BJP-യിൽ തന്നെ തുടരുമോ, സന്ദീപ് വാര്യരോടൊപ്പം കോൺഗ്രസിലേക്ക് ചെന്ന് വോട്ട് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല.